സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം കൂടി നിലവിൽ വന്നതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇനി ദുരിതകാലമാണ്. കാലം തെറ്റിവന്ന കാലവർഷവും കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യവില്പനയിൽ വന്ന ഇടിവും തുടരുന്നതിനിടെയാണ് ട്രോളിംഗ് നിരോധനം. ഒരു കാറ്റ് വീശാൽ ഇപ്പം തന്നെ വെള്ളക്കാർ വരും. ബോട്ടുകാരുടെ ഞങ്ങൾക്ക് എന്തെങ്കിലും അരി മേടിക്കണം കാശ് ഞങ്ങൾക്ക് ബോട്ടിൽ നിന്ന് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാവും. അങ്ങനെ കിട്ടുകയാണ്. ഇനി 1.5 മാസം ഇപ്പോൾ ഇങ്ങനെ വള്ളക്കാർക്ക് ഒന്നിലും ഞങ്ങളുടെ വെറുതെ കൊണ്ടുവരും. കുടുംബത്തിൽ പോയിരിക്കും, വേറെ പണിക്ക് ഞങ്ങൾ പോകില്ല. ഈ പണിക്ക് അങ്ങനെ നടക്കണ ആൾക്കാരാണ്. ഇത്തവണ കാലവർഷം എത്തിയത് വളരെ നേരത്തെ. ട്രോളിംഗ് നിരോധനത്തിനു മുൻപ് പരമാവധി ചരക്കുകൾ പിടിച്ചെടുക്കാൻ ബോട്ടുകൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ കനത്ത മഴ അവിടെയും വില്ലനായി. കൂടെ സ്കൂളുകൾ തുറന്നതും ചിലവുകൾ വർദ്ധിച്ചതുമെല്ലാം ബാധിച്ചത് സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ. ഈ കാറ്റും മഴയും വന്നിട്ട് കുറച്ച് ദിവസം ബോട്ട് പോയില്ല. ഇവിടെ പണിയുണ്ടായില്ല. ഇപ്പോൾ പോകാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ ട്രോളിംഗ് വന്നത്. കാറ്റും മഴയും വന്നപ്പോൾ തന്നെ ബോട്ടുകൾ കുറേ കയറി. അത് കഴിഞ്ഞാൽ കാറ്റും മഴ മാറിയപ്പോൾ ബോട്ടുകൾ പോയി. പിന്നെ കുറച്ച് പണികൾ ഇവിടെ തുടങ്ങി. ഇപ്പോൾ അടുത്തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ പണി തുടങ്ങിയിട്ട്. അതിന് മുമ്പ് കാറ്റും മഴയായിരുന്നു ഒരാഴ്ച. ബോട്ടുണ്ടായില്ല, വെള്ളക്കാരും പോയിട്ടുണ്ടായില്ല. ഭയങ്കര പ്രതിസന്ധിയിലാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തി ബോട്ടുകളിൽ ജോലി ചെയ്യുന്നവരും സ്വന്തം നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. തിരികെ എത്തുമ്പോൾ കടൽ ഞങ്ങൾക്കായി വലിയ മത്സ്യസമ്പത്ത് കേരള തീരത്ത് കരുതി വെക്കുമെന്ന പ്രതീക്ഷയിൽ. ഗതിമാറി വന്ന കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതിനാൽ ട്രോളിംഗ് ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് ആശ്വാസമാവുമെന്ന് അവരും പറയുന്നു. 50 நாள் ஒரு 45 நாளாக குறைச்சா எங்களுக்கு கொஞ்சம் குழப்பம் இருக்குது. இதுக்கு முன்னாடி 15ஆம் தேதி தான் முடக்கு போடுவாங்க. ஆனால் இப்போ 10ஆம் தேதி போடுறாங்க. 5 நாள் முன்னாடியே போடுறாங்க. அதனால கொஞ்சம் குத்துமுட்டு அவ்வளவு. കടലിലെ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണത്തിന് ട്രോളിംഗ് നിരോധനം മാത്രം പോരാ. കടലിന്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന എല്ലാ മത്സ്യബന്ധന രീതികളും വികസന പദ്ധതികളും നിരോധിക്കപ്പെടണം. അതോടൊപ്പം മേഖലയിൽ വർദ്ധിച്ചുവരുന്ന കുത്തകവൽക്കരണത്തിന് പരിഹാരം കാണുകയും വേണം. ക്യാമറാമാൻ ജിഷ്ണു KR പകർത്തിയ ചിത്രങ്ങൾക്കൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.